ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ ഓർമ്മയുണ്ടല്ലോ. അവിടെ പാകിസ്ഥാനെ ഇന്ത്യ പരാജയപ്പെടുത്തി 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി വലിയ വിജയം നേടിയ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് പരമ്പര 2020 അടിസ്ഥാനത്തിലാണ് ആ മത്സരങ്ങൾ നടന്നത്. ഓപ്പറേഷൻ സിന്ദൂർ, പഹൽഗാം ഭീകരാക്രമണം എന്നീ 2 സംഭവങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുന്ന ഒരു ക്രിക്കറ്റ് പരമ്പര എന്ന രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഗതിയാണ്. സാധാരണഗതിയിൽ ഇത്ര വലിയൊരു സംഘർഷം ഉണ്ടായതിന് ശേഷം 2 രാജ്യങ്ങളും പരസ്പരം മത്സരം, ഒരു സ്പോർട്സ് എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും ഇഷ്ടവും ബഹുമാനവും പങ്കുവെക്കുന്നൊരു വേദി കൂടിയാണല്ലോ. അപ്പോൾ 2 രാജ്യങ്ങളും എങ്ങനെ ഇങ്ങനൊരു വേദിയിൽ പരസ്പരം മാറ്റുരയ്ക്കും എന്നൊരു ചോദ്യം ആ സമയത്ത് പല കോണിൽ നിന്നും ഉയർന്നിരുന്നു. പക്ഷേ ഇന്ത്യ ആ മത്സരത്തിൽ പങ്കെടുക്കാൻ, ആ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ എടുത്ത തീരുമാനവും വലിയ രീതിയിൽ 2 വാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ചിലർ അതിനെ അനുകൂലിച്ചു, ചിലർ അതിനെ പ്രതികൂലിച്ചു. ഏതായാലും ആ ടൂർണമെൻറ്റിലുടനീളം പാകിസ്ഥാനെ ഗ്രൂപ്പ് സ്റ്റേജിലും അല്ലാതെയുള്ള ഫൈനലിലും അടക്കം പരാജയപ്പെടുത്തി എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമായിരുന്നു. നമ്മുടെ മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസണും അതിൽ പങ്കെടുത്തു. അതിൽ മലയാളികൾ എന്ന രീതിയിൽ നമുക്ക് പ്രത്യേകം അഭിമാനിക്കാനായിട്ടുള്ള ഒരു സംഗതിയും കൂടിയുണ്ട്. അപ്പോൾ അവിടെ ഈ മത്സരശേഷം നടന്ന ഒരു നാടകം, അതാണ് ഏറെ കോളിളക്കമുണ്ടാക്കിയത്. കാരണം ഈ ഗ്രൂപ്പ് സ്റ്റേജിൽ നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുമായി ഹസ്തദാനം ചെയ്യാനോ അവരുമായി ഈ മത്സരശേഷം കമൻറ്റേറ്റർമാർ നടത്തുന്ന സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഭാഗവാക്കാകാനോ ഇന്ത്യ തയ്യാറായില്ല. അതുമാത്രമല്ല, ഈ ടൂർണമെൻറ്റിൻ്റെ സംഘാടകരിൽ, അല്ലാതെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആണ് ഈ ടൂർണമെൻറ്റിൻ്റെ സംഘാടകർ. അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് മൊഹ്സിൻ നഖ്വി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. അതുകൂടാതെ അദ്ദേഹം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ പദവിയിലേക്കും എത്തുന്നത്. അപ്പോൾ ഈ മൊഹ്സിൻ നഖ്വി ഇന്ത്യൻ താരങ്ങളുമായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായിട്ട് ഇത്തരത്തിൽ അദ്ദേഹത്തെ നമ്മൾ അടുപ്പിച്ചില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമല്ല, ഒരു ഒഫീഷ്യലിനെ കൂടി നമ്മൾ അത്തരത്തിൽ എൻ്റർടൈൻ ചെയ്യാൻ സമ്മതിച്ചിരുന്നില്ല. അപ്പോൾ ഈ മത്സരശേഷം സമ്മാനദാനം ഈ മൊഹ്സിൻ നഖ്വി ആണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങില്ല എന്നൊരു നിലപാട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ എടുത്തു. അത് വീണ്ടും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാക്കി. കാരണം അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറോളം വൈകിയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ നിലപാട് എന്താണെന്നറിയാൻ. അതേപോലെ പാക് ക്രിക്കറ്റ് താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നതുപോലുമില്ല. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ അവിടെ ഗ്രൗണ്ടിൽ ഇന്നർ സർക്കിളിൻ്റെ പരിസരത്ത് നിലയുറപ്പിച്ചു. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ഡ്രസ്സിംഗ് റൂം, അതായത് തോൽവിയുടെ അപമാനം ഏറ്റ് പാക് ക്രിക്കറ്റ് താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവർ വരാൻ ഏതാണ്ട് അരമണിക്കൂറോളം വൈകി. അങ്ങനെ ഈ സമ്മാനദാന ചടങ്ങ് നടന്നത് അരമണിക്കൂറോളം വൈകിയാണ്. ആ സമയത്ത് വ്യക്തിഗത നേട്ടങ്ങൾക്കുള്ള മെഡലുകൾ മാത്രമാണ് ഇന്ത്യ ഏറ്റുവാങ്ങിയത്. അതായത് മാൻ ഓഫ് ദി മാച്ച്, മാൻ ഓഫ് ദി ടൂർണമെൻറ്റ്. ഈ ടൂർണമെൻറ്റിൻ്റെ പ്രധാന കപ്പ് അത് നൽകാൻ സംഘാടകർ ചുമതലപ്പെടുത്തിയിരുന്നത് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ കൂടിയായ മൊഹ്സിൻ നഖ്വിയെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കപ്പ് ഏറ്റുവാങ്ങില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത ഇന്ത്യൻ താരങ്ങൾ അതിനുവേണ്ടി അങ്ങോട്ട് പോയതുപോലുമില്ല. ഇപ്പോൾ അപമാനിതനായി, അല്ലെങ്കിൽ നാണം കെട്ട് മൊഹ്സിൻ നഖ്വി അവിടെ നിന്ന് ആ കപ്പും എടുത്ത്, തൻ്റെ നാണക്കേട്, അപമാനം മറച്ചു വയ്ക്കാനായിട്ട് ആ കപ്പും എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് പോയി എന്നുള്ളതാണ് വേറെയും സംഗതി ഉണ്ടായത്. അതായത് ഇന്ത്യൻ താരങ്ങൾ ഇത്തരത്തിൽ തൻ്റെ കയ്യിൽ നിന്ന് കപ്പ് വാങ്ങിയില്ലെങ്കിൽ അവർ വാങ്ങേണ്ടതില്ല എന്ന ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം കപ്പ് എടുത്തുകൊണ്ട് പോയതെന്ന് പിന്നീട് വാർത്തകളൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെടുത്ത നിലപാട്, ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് ദുബായ് UAE ക്രിക്കറ്റ് അസോസിയേഷൻ, ദുബായിലാണ് മത്സരങ്ങൾ നടന്നത്. അപ്പോൾ UAE ക്രിക്കറ്റ് അസോസിയേഷനാണ് ഇതിൻ്റെ ആതിഥേയത്വം വഹിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഈ കപ്പ് കൈമാറുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ആ ചടങ്ങിൽ വെച്ച് തന്നെ കപ്പ് സ്വീകരിക്കാൻ ഇന്ത്യ സന്നദ്ധമായിരുന്നു. പക്ഷേ മൊഹ്സിൻ നഖ്വി അക്കാര്യത്തിലും കടുംപിടുത്തം പിടിച്ചു. അപ്പോൾ ഇത് കഴിഞ്ഞ സെപ്റ്റംബർ 28 നടന്ന സംഭവമാണ്. അന്നാണ് ഇത്തരത്തിൽ ഫൈനൽ മത്സരമൊക്കെ നടന്ന. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീടും കുറേ ഒച്ചപ്പാടൊക്കെ ഉണ്ടായി. കാര്യം ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് BCCI ഈ കപ്പ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾ അവിടെ നിന്ന് അയാളുടെ കയ്യിൽ നിന്ന് സ്വീകരിച്ചില്ല എന്നതിൻ്റെ അർത്ഥം ആ കപ്പ് ഞങ്ങൾക്ക് വേണ്ട എന്നല്ല. അപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ആ കപ്പ് ഞങ്ങൾക്ക് തരണം. അപ്പോൾ മൊഹ്സിൻ നഖ്വി വീണ്ടും നിലപാടെടുത്തു, അങ്ങനെ കപ്പ് വേണമെങ്കിൽ അവർ എൻ്റെ ഓഫീസിലേക്ക് വരട്ടെ, ഇവിടെ വെച്ച് ഞാൻ തന്നെ അവർക്ക് കപ്പ് കൈമാറാം. അപ്പോൾ അതും ഇന്ത്യ അതങ്ങ് കൈവച്ചാൽ മതി എന്നുള്ള നിലപാടിൽ ഇന്ത്യ എടുത്തു. ഇപ്പോൾ വിഷയത്തിൽ ICC, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ഇടപെടുന്നു എന്നുള്ളതാണ്. രണ്ടിൻ്റെയും ആസ്ഥാനം, ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അതിൻ്റെ ആസ്ഥാനവും അതേപോലെ തന്നെ നമ്മുടെ
ICCയുടെ ആസ്ഥാനവും അത് ദുബായിൽ തന്നെയാണ്. അപ്പോൾ രണ്ട് ഓഫീസുകൾ തമ്മിൽ ഏതാണ്ട് കിലോമീറ്ററുകളുടെ മാത്രം വ്യത്യാസമുള്ളൂ. അപ്പോൾ തൊട്ടപ്പുറത്ത് ICCയുടെ യോഗം ചേർന്നപ്പോൾ ഇത് അജണ്ടയിൽ ഇല്ലാതിരുന്ന വിഷയമായിട്ട് കൂടി ഈ വിഷയം ഇന്ത്യ ഉന്നയിച്ചത് അത് ചർച്ച ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കപ്പ് കൈമാറ്റം സംബന്ധിച്ച് ഇന്ത്യക്ക് അർഹതപ്പെട്ട കപ്പ് ഇന്ത്യക്ക് കിട്ടാനായിട്ട് ഒരു സമിതിയെ ചുമതലപ്പെടുത്താനായിട്ട് തീരുമാനമായിട്ടുണ്ട്. ആ സമിതി ഇനി ഈ കപ്പ് വാങ്ങി ഇന്ത്യക്ക് കൈമാറും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് മാത്രമല്ല, നിർണായകമായ പല വിഷയങ്ങളും ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിൽ പ്രധാന സംഗതി ഇപ്പോൾ വനിതകളുടെ ഏകദിന ലോകകപ്പ് മത്സരം കഴിഞ്ഞതേ ഉള്ളൂ. അതിൽ ഇന്ത്യ ജേതാക്കളായി. ഇനി വരുന്ന ലോകകപ്പ് വനിതകളുടെ ലോകകപ്പ് കുറേ കൂടി വിശാലമായി നടത്താനാണ്. 2029 ആ മത്സരങ്ങൾ നടക്കുക. നിലവിൽ 8 ടീമുകൾ പങ്കെടുത്ത വനിതാ ലോകകപ്പിൽ അടുത്ത എഡിഷനിൽ 10 ടീമുകൾ ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അതോടൊപ്പം ഇന്ത്യയുടെ മുൻ വനിതാ ക്യാപ്റ്റൻ മിതാലി രാജിനെ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ സമിതിയിലേക്ക് നോമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നൊരു നിർണായക ചർച്ച ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് മത്സര ഇനമാകാൻ പോകുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഏത് രീതിയിൽ സമീപിക്കണം, ഇത് സംബന്ധിച്ചുള്ള ചർച്ചയും ഇപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ താരങ്ങളുടെ ട്രോഫിലെസ് സെലിബ്രേഷൻ, അതായത് മൊഹ്സിൻ നഖ്വി ഈ കപ്പ് കൈമാറാൻ തയ്യാറാകാതെ അവിടെ നിന്ന് കപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്ത. അപ്പോൾ കപ്പ് കിട്ടാത്തതിൻ്റെ പേരിൽ ഇന്ത്യൻ ടീം അവിടെ നടത്തിയ ട്രോഫി ഇല്ലാത്ത വിജയാഘോഷം, അതും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി. ഏതായാലും ഇപ്പോൾ ഇന്ത്യക്ക് അർഹതപ്പെട്ട കപ്പ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. അതായത് മൊഹ്സിൻ നഖ്വി അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിൽ ഇപ്പോഴും വെച്ചേക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു. വലിയ രീതിയിലുള്ള നാണക്കേട്, അതായത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം അവർക്ക് ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല, ഫൈനലിലും തോറ്റു. പക്ഷേ തോറ്റെങ്കിൽ എന്താ, കപ്പ് ഞങ്ങൾക്ക് കിട്ടിയില്ലേ എന്ന് അവകാശപ്പെടുന്ന തരത്തിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ സോഷ്യൽ മീഡിയയിൽ ആളുകൾ കളിയാക്കി കൊല്ലുന്നുണ്ട്. അപ്പോൾ മൊഹ്സിൻ നഖ്വി ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയും അദ്ദേഹം ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ്. കപ്പ് കൊടുക്കുന്നെങ്കിൽ അത് ഞാൻ തന്നെ കൊടുക്കും എന്നുള്ള നിലപാടിലാണ്. പക്ഷേ ഒന്നുണ്ട്, ICC അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ, അതിലെ ഏറ്റവും പ്രബല ശക്തി അത് തീർച്ചയായിട്ടും BCCI ആണ്. BCCIയുടെ താല്പര്യത്തിനപ്പുറം നിൽക്കാൻ ICCക്ക് സാധ്യമല്ല. അല്ലെങ്കിൽ ഒരു പരിധിവരെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് പോലും BCCIയുടെ നിലപാടിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ളത് ചരിത്രം തെളിയിച്ച സംഗതിയാണ്. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ ഇന്ത്യക്ക് അർഹതപ്പെട്ട ആ വിജയികൾക്കുള്ള കപ്പ് അത് വലിയ താമസമില്ലാതെ ഇന്ത്യയിലേക്ക് എത്തും. അത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തും എന്ന്, അത് മൊഹ്സിൻ നഖ്വിയുടെ പട്ടി ഷോ കാണിച്ചുകൊണ്ടുള്ള ആ പരിപാടിക്ക് വേണ്ടിയുള്ളതല്ല. അത് ഇന്ത്യൻ ടീമിൻ്റെ ഇന്ത്യയിലെ BCCIയുടെ ഷെൽഫ് അലങ്കരിക്കാനുള്ള സംഗതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ICC ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ വലിയ സഹായകരമാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.